അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മളെല്ലാവരും പരിശുദ്ധമായ മുഹറം മാസത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള ദിവസങ്ങളും ആഴ്ചകളും അടങ്ങിയതാണ് മാസം എന്നുള്ളത്. അള്ളാഹുവിൻ്റെ അടുത്ത മാസങ്ങൾ 12 വിശുദ്ധ ഖുർആൻ പറയുന്നു. ഇന്ന ഇദ്ദത്തുശ്ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർള മിൻഹാ അർബഅത്തുൻ ഹുറും ദാലികദ്ദീനുൽ ഖയ്യിം ഫലാ തുദ്ലിമൂ ഫീഹിന്ന അൻഫുസകും. ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ച ദിവസം അള്ളാഹു രേഖപ്പെടുത്തിയതനുസരിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12 ആകുന്നു. അവയിൽ 4 യുദ്ധം വിലക്കപ്പെട്ട മാസങ്ങളാകുന്നു. അതാണ് വക്രതയില്ലാത്ത മതം എന്ന് പറയുന്നത്. അതിനാൽ ആ 4 മാസങ്ങളിൽ നിങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിക്കരുത് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്. ചില മാസങ്ങൾക്ക് മറ്റു മാസങ്ങളെക്കാൾ അള്ളാഹുവും അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ശ്രേഷ്ഠതയും പ്രത്യേകതയും നൽകിയിട്ടുണ്ട്. ഈ ആയത്തിൽ നിന്ന് 4 മാസങ്ങൾ പവിത്രമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഏതൊക്കെയാണ് ആ 4 മാസങ്ങൾ? ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം, റജബ് എന്നിവയാണ് ആ 4 മാസങ്ങൾ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള നിവേദനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, റമളാൻ നോമ്പിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് അള്ളാഹുവിൻ്റെ മാസമായ മുഹറം മാസത്തിലെ നോമ്പാണെന്ന്. അള്ളാഹു പവിത്രമാക്കിയ മാസമെന്ന നിലക്ക് മുഹറം മാസത്തിൻ്റെ പവിത്രത കാത്തുസൂക്ഷിക്കാൻ സത്യവിശ്വാസികൾക്ക് കഴിയണം. എങ്ങനെയാണ് ഈ മാസത്തിൻ്റെ പവിത്രത കാത്തുസൂക്ഷിക്കേണ്ടത്? അള്ളാഹു ആദരിച്ചവയെ ആദരിക്കുക എന്നത് ഒരു സത്യവിശ്വാസിയുടെ ബാധ്യതയാണ്. അതവൻ്റെ തഖ്വയുടെ ഭാഗമാണ്. വമൻ യുഅള്ളിം ശാഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ആരെങ്കിലും അള്ളാഹുവിൻ്റെ മതചിഹ്നങ്ങളെ ആദരിക്കുന്ന പക്ഷം തീർച്ചയായും അത് ഹൃദയങ്ങളിലെ തഖ്വയിൽ നിന്നുണ്ടാകുന്നതാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ തന്നെ പറയുന്നുണ്ട്. ഈ മാസത്തോട് അനാദരവ് കാണിക്കരുത് എന്ന് അള്ളാഹു സത്യവിശ്വാസികളോട് പ്രത്യേകം ഉണർത്തിയിട്ടുണ്ട്. പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഹില്ലു ശാഇറല്ലാഹി വലശ്ശഹ്റൽ ഹറാം. സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ മതചിഹ്നങ്ങളെ നിങ്ങൾ അനാദരിക്കരുത്, പവിത്രമായ മാസത്തെയും നിങ്ങൾ അനാദരിക്കരുത് എന്ന് പറയുന്നുണ്ട്. മറ്റുള്ള മാസങ്ങളെക്കാൾ കൂടുതൽ ശ്രദ്ധയോടെ അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിൽക്കുകയും അവ പൂർണ്ണമായും ഉപേക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് ഒരു സത്യവിശ്വാസി ഈ മാസത്തിൻ്റെ പവിത്രത ഉൾക്കൊണ്ട് ഒന്നാമതായി ചെയ്യേണ്ട കാര്യം. യുദ്ധവും പരസ്പരം പോരടിക്കലുമെല്ലാം തന്നെ അള്ളാഹു ഈ മാസങ്ങളിൽ നിഷിദ്ധമാക്കിയിട്ടുണ്ട്. യസ്അലൂനക അനിശ്ശഹ്രിൽ ഹറാമി ഖിതാലുൻ ഫീഹി ഖുൽ ഖിതാലുൻ ഫീഹി കബീർ. വിലക്കപ്പെട്ട മാസത്തിൽ യുദ്ധം ചെയ്യുന്നതിനെപ്പറ്റി അവർ നിന്നോട് ചോദിക്കുന്നു. പറയുക, ആ മാസത്തിൽ യുദ്ധം ചെയ്യുന്നത് വലിയ അപരാധം തന്നെയാകുന്നു എന്നും ഖുർആനിലൂടെ പറയുന്നുണ്ട്. ഈ മാസത്തിൽ തിന്മകൾ ചെയ്തും പാപങ്ങൾ പേറിയും മറ്റുള്ളവരോട് അതിക്രമം ചെയ്യരുതെന്ന് അള്ളാഹു പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ ആ 4 മാസങ്ങളിൽ നിങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിക്കരുത് എന്നാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, എല്ലാ മാസങ്ങളിലും സ്വന്തത്തോട് അക്രമം പ്രവർത്തിക്കൽ, അതായത് അധർമ്മം ചെയ്യൽ നിഷിദ്ധമാണ്. പിന്നീട് അതിൽ നിന്നും 4 മാസങ്ങളെ അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞു. അവയുടെ പവിത്രതയെ മഹത്വപ്പെടുത്തുകയും അവയിലെ പാപങ്ങളെ ഗൗരവപരമായി പാപങ്ങളും അവയിലെ നന്മകളെ അതിമഹത്തായ നന്മകളാക്കിയിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അള്ളാഹു കൽപ്പിച്ച വാജിബും സുന്നത്തുമായ കാര്യങ്ങൾ ഏറെ ശ്രദ്ധ കാണിക്കുകയും വളരെ കണിശതയോടെയും കൃത്യതയോടെയും അവ നിർവഹിക്കുകയും ചെയ്യണം. അതിന് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ കാര്യങ്ങളിൽ. അൻ അബീ ഹുറൈറ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ലാ തസുബ്ബു ദഹ്റ ഫഇന്നല്ലാഹു ഹുവദ്ദഹർ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള നിവേദനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ കാലത്തെ ചീത്ത പറയരുത്, തീർച്ചയായും അള്ളാഹുവാണ് കാലം എന്ന്. ഒരു തരത്തിലുള്ള ദുശ്ശകനം നോക്കലും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. കറുത്ത പൂച്ച മുന്നിലൂടെ ഓടുന്നതും പ്രഭാതത്തിൽ കാൽക്കൊട്ടിയോ കാലിച്ചാക്കോ കാണുന്നതും അതുപോലെ തന്നെ ചീവീട് കരയുന്നതും കൈനീട്ടവും രാവിലെ കടയിൽ വന്ന് ആരെങ്കിലും കട വാങ്ങിയാൽ ആ ദിവസം മുഴുവനും കടം തന്നെയായിരിക്കുമെന്നൊക്കെ അതുപോലെയൊക്കെയുള്ള ഒരു വിശ്വാസം. ഒരു യാത്രക്ക് ഒരുങ്ങുമ്പോൾ വഴിയിൽ വെച്ച് ആരെങ്കിലും തടയുന്നതും ഇടയ്ക്ക് വെച്ച് ആരെങ്കിലും വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്നതുമെല്ലാം തന്നെ
തന്നെ ദുശ്ശഗുണമാണെന്ന വിശ്വാസം ഇസ്ലാമിൻ്റേതല്ലെന്ന് മനസ്സിലാക്കേണ്ടതാണ്. നമുക്ക് പരിശുദ്ധമായ മുഹറം മാസത്തിലെ ആശുറ താസുആനെ കുറിച്ച് മനസ്സിലാക്കാം. ഇമാം നവവി റഹിമല്ലാഹു പറഞ്ഞു, നമ്മുടെ ആളുകൾ പറഞ്ഞു മുഹറം 10-ാം ദിവസമാണ് ആശുറ, അതിലെ 9-ാം ദിവസമാണ് താസുആ. ഇതാണ് നമ്മുടെ അഭിപ്രായം, ഇതാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞത്. മുഹറം 10 ആശുറ ദിവസമാണ്. ഇസ്ലാമിന് മുമ്പുള്ള ജാഹിലിയത്തിൽ പോലും ഖുറൈശികൾ മുഹറം മാസത്തിൽ ചില ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിച്ചിരുന്നു. റമദാൻ നോമ്പ് നിർബന്ധമാക്കുന്നതിന് മുമ്പ് ആശുറയിൻ്റെ നോമ്പ് അനുഷ്ഠിക്കുവാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനങ്ങളോട് കൽപ്പിച്ചിരുന്നു. റമദാനിലെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതിന് ശേഷം അത് സുന്നത്താക്കുകയാണ് ചെയ്തത്. അൻ ആയിഷ റളിയല്ലാഹു അൻഹാ قالت كان يوم عاشوراء نصومه قريش في الجاهلية وكان النبي صلى الله عليه وسلم يصومه فلما قدم المدينة صامت وأمر بصيامه فلما نزل رمضان كان رمضان الفريضة وترك عاشوراء فكان من شاء صامه ومن شاء لم يصمه. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഖുറൈശികൾ ജാഹിലിയത്തിൽ ആശുറയിൻ്റെ അതായത് മുഹറം 10-ലെ നോമ്പ് അനുഷ്ഠിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അത് അനുഷ്ഠിച്ചിരുന്നു. മദീനയിലേക്ക് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് അനുഷ്ഠിക്കുകയും ജനങ്ങളോട് അനുഷ്ഠിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ റമളാൻ നിർബന്ധമാക്കിയപ്പോൾ ആശുറയിൻ്റെ നോമ്പ് ഉപേക്ഷിക്കുകയുണ്ടായി. ഇനി മുഹറം 9 താസുആ. മുഹറം 9-നാണ് താസുആ എന്ന് പറയുന്നത്. ആശുറ ദിവസത്തോടൊപ്പം തന്നെ താസുആവും കൂടി നോമ്പ് നോൽക്കൽ സുന്നത്താണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആശുറ ദിവസം നോമ്പ് നോൽക്കുകയും ആ ദിവസത്തിൽ നോമ്പെടുക്കാൻ കൽപ്പിക്കുകയും ചെയ്തപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അത് ജൂത ക്രൈസ്തവർ മഹത്വൽക്കരിക്കുന്ന ദിനമല്ലേ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി, ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം ഞാൻ ജൂത ക്രൈസ്തവരിൽ നിന്നും വ്യത്യസ്തരാകുവാൻ വേണ്ടിയിട്ട് 9-ാം ദിവസം കൂടി നോമ്പെടുക്കും എന്ന്. പക്ഷേ അടുത്ത വർഷം കടന്നു വരുമ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായിരുന്നു. ഇമാം ബൈഹഖിയുടെ റഹിമല്ലാഹ് റിപ്പോർട്ടിൽ നിങ്ങൾ 9-നും 10-നും നോമ്പ് നോറ്റ് ജൂതന്മാരോട് എതിരാകുക എന്നും കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെ മുഹറം 10-നോടൊപ്പം മുഹറം 9 കൂടി നോൽക്കുന്നത് സുന്നത്താണ്. ജൂതന്മാർ മുഹറം 10 മാത്രമാണ് നോമ്പ് അനുഷ്ഠിച്ചിരുന്നത്. ജൂത ക്രൈസ്തവരിൽ നിന്ന്, ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്നും സത്യവിശ്വാസികൾ വ്യത്യസ്ത പുലർത്തണം. അപ്പോൾ ജൂതന്മാരിൽ നിന്നും വ്യത്യസ്തത പുലർത്തുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുഹറം 9 നോമ്പ് കൂടി 9-ാമത്തെ നോമ്പ് കൂടി നോൽക്കുന്നത്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആരെങ്കിലും ഒരു നോമ്പ് നോറ്റാൽ അവൻ നരകത്തിൽ നിന്നും അകറ്റപ്പെടുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. മുഹറം 9, 10 ദിവസങ്ങളിലെ നോമ്പ് നമുക്കെല്ലാവർക്കും നോൽക്കുവാനുള്ള ഭാഗ്യമുണ്ടാവട്ടെ. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു പറഞ്ഞു, ആശുറ ദിവസം അള്ളാഹുവിൻ്റെ ദിവസങ്ങളിൽ പെട്ടതാണ്. ഒരൊറ്റ കാര്യമല്ലാതെ അന്ന് ചെയ്യാൻ നിയമമാക്കിയിട്ടില്ല. അത് അന്നത്തെ നോമ്പാണ്. അതോടൊപ്പം തന്നെ ജൂതന്മാരോട് എതിരാകാൻ വേണ്ടി അതിനു മുമ്പോ ശേഷമോ നോമ്പ് നോൽക്കാനും അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന്. അതായത് മുഹറം 9, 10 ദിവസങ്ങളിൽ നോമ്പ് നോൽക്കൽ വളരെ ശ്രേഷ്ഠതയുള്ള, വളരെ മഹത്വമുള്ള, പുണ്യമുള്ള കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ നോമ്പ് സ്വീകരിക്കട്ടെ. നാളെ മുത്തുനബിയോടൊപ്പം നമുക്കെല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ചെയ്ത ചെറുതും വലുതുമായി അറിഞ്ഞും അറിയാതെയും ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും പൊരുത്തപ്പെട്ടു തരട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.